നമസ്കാരം ചേട്ടാ. ഹായ് മോർണിംഗ്. എവിടെയാ വർക്ക് ചെയ്യുന്നത്? പെൻഷനായിട്ട് ഇപ്പോഴും ഇതൊക്കെ ഉണ്ടല്ലോ. സെക്യൂരിറ്റി യൂണിയന്റെ സെക്രട്ടറി ആണ്. ഓക്കെ. ഇവിടെ ഇപ്പൊ ജോലി ചെയ്യുന്നുണ്ടോ? ഇപ്പൊ നമ്മള് സെക്യൂരിറ്റി യൂണിയന്റെ ജില്ലാ സെക്രട്ടറി INDC ആണല്ലേ. ഈ മീശയൊക്കെ ഇങ്ങനെ പിടിച്ചു വെക്കുന്നത് സെക്യൂരിറ്റിയുടെ ഒരു ജീവനക്കാരന്റെ ജീവിതത്തിന്റെ ഭാഗമായതുകൊണ്ടാണോ? മുത്തശ്ശന്റെ അടയാളമാണ്. മുത്തശ്ശന്റെ അടയാളം. മുത്തശ്ശൻ കപ്പടാ മീശയായിരുന്നു. കപ്പടാ മീശ അല്ലേ? അതിന്റെ ഒരു ഓർമ്മയ്ക്ക് ഈ കപ്പടാ മീശ ആ വാക്ക് എങ്ങനെ വന്നു എന്നുള്ളത് എനിക്ക് ഇപ്പോഴും അറിയില്ല. കപ്പടാ മീശ അല്ലേ? നമ്മളങ്ങനെ പറയാറുണ്ട്. കൊമ്പം മീശ, കപ്പടാ മീശ അല്ലേ? അപ്പൊ കൊള്ളാം. ആ മീശ ഉണ്ട് അത്യാവശ്യം. ഞങ്ങളൊരു വലിയ മീശക്കാരനെ എവിടെ വെച്ചാൽ തൊടുപുഴയിൽ വെച്ച് കണ്ടു അല്ലേ? ആ ഗംഭീര ഒരു മീശക്കാരനായിരുന്നു. ഇടുക്കിക്കാർ കൂടുതലും മീശ വയ്ക്കും അല്ലേ? അടിപൊളിയാണ്. പക്ഷെ ഉള്ളു ശുദ്ധമായിരിക്കും. ഉള്ളു ശുദ്ധമായ മനുഷ്യനാ. ശരിയാ. ഇടുക്കിയിലെ പൊതുവേ നമ്മളെല്ലാവരും ശുദ്ധരാ. മീശയൊക്കെ വെക്കുന്ന ആൾക്കാർ കുറച്ച് ഗൗരവമൊക്കെ ഉണ്ടെങ്കിലും അല്ലേ? പക്ഷെ അടുത്ത് സ്നേഹമുള്ള മനുഷ്യൻ, തരളിതമായ ഹൃദയവും അല്ലേ, ദൃഢമായ ശരീരവും. ഞാൻ മദർ തെരേസയ്ക്ക് 88-ല് ഒരു മദർ തെരേസയുടെ ഒപ്പം ഇരുന്ന് യാത്ര ചെയ്ത മദർ തെരേസയ്ക്ക് ഒപ്പം ഇരുന്ന് യാത്ര ചെയ്തു. ജനുവരി 6-ാം തീയതി ആണോ? ജോസഫ് കുരീത്ര സീനിയർ സിസ്റ്റർ ഇവരുണ്ടായിരുന്നു. സംസാരിച്ചിരുന്നോ? ഈ ഇവിടുത്തെ സംസാരിക്കുന്ന സമയത്ത് വല്ലാത്തൊരു ലാളിത്യം ഉണ്ട് അല്ലേ? ആർക്കാ? മദർ തെരേസ ഇരിക്കുന്ന സമയത്ത് വേണ്ട, നമ്മൾ ആ കൈ സ്പർശിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ പ്രേമനസീറിന്റെ കൈ പോലെ റോസ് എതളില്ലേ? അതെ അതെ. ഇത്രയുള്ള ആള് കൂടെ സ്നേഹിച്ച് വന്നാൽ നിങ്ങളുടെ കൈവിരലിന്റെ സ്പർശം റോസ് ഇതൾ പോലെയാവും അല്ലേ? താങ്ക് യു ചേട്ടാ. താങ്ക് യു. ജീവിതം ഉഷാറായി പോകുന്നുണ്ടല്ലോ. ഉഷാറായി പോകുന്നുണ്ട്. നടക്കാൻ ഇറങ്ങും രാവിലെ ഇടയ്ക്ക്? ഞാൻ വെളുപ്പിന് 4 മണിക്ക് ഇറങ്ങും, ഓടും. 4 മണിക്ക് ഇറങ്ങി ഇപ്പോഴും ഓടും ആണ്? വയറൊന്നുമില്ല, വളരെ നല്ല ഹെൽത്തിയാണ്. ഷുഗർ ഇല്ല, പ്രഷർ ഇല്ല, കൊളസ്ട്രോൾ ഇല്ല. രാവിലെ 4 മണിക്ക് ഇറങ്ങി 4 മണിക്കൂർ. എത്ര മണിക്കൂർ? 1 മണിക്കൂർ, 1.5 മണിക്കൂർ വർക്ക്. ഭാരതമാള മറ്റേ തൃക്കാക്കര അമ്പലത്തിന്റെ അവിടുന്ന് ഭാരതമാല കോളേജ്. ഗ്രേറ്റ് സാർ. ഐ റിയലി അപ്രീഷിയേറ്റ്. ഇതൊക്കെ നമുക്ക് ഒരു പ്രചോദനമാകേണ്ടതാണ്. ഞാൻ ഒരിക്കൽ കൂടി പേരൊന്നും. പിന്നെ ഡോക്ടർ ഒന്നാണ് PK രാജൻ ഇടവന. ഡോക്ടർ കണ്ടിട്ട് ഞങ്ങൾക്കൊരു പരാതിയുണ്ട്. എന്താണാവും? നമ്മുടെ നെടുമ്പാശ്ശേരിയിൽ ഒരു കാവുണ്ട്, ദളിതരുടെ കാവ. അതിപ്പോ കളക്ടർക്ക് കൊടുത്തിട്ട് കളക്ടർ അത് അന്വേഷിക്കാൻ പറഞ്ഞിരിക്കും. ഞാൻ ആ വിഷയം നമ്മുടെ അർജുൻ മട്ടന്നൂരിനെ പരിചയപ്പെടുത്തി തരാം. ഞങ്ങളുടെ ബ്യൂറോയിലാണ് അദ്ദേഹം. അത് നമ്മുടെ റിപ്പോർട്ടറിന്റെ ഓഫീസ് കാക്കനാടുണ്ട്. അർജുൻ മട്ടന്നൂര് ചേട്ടന്റെ കാര്യം ഇപ്പോൾ തന്നെ പരിഹരിക്കും കേട്ടോ. ഓക്കെ. താങ്ക് യു ചേട്ടാ. താങ്ക് യു. താങ്ക്സ് അലോട്ട്. അപ്പോൾ ഓസ്റ്റിൻ താങ്ക് യു. താങ്ക്സ് അലോട്ട്. സീനിയർ ടീച്ചറെ വെരി ഗുഡ് മോർണിംഗ് ആൻഡ് വൺസ് അഗൈൻ താങ്ക്സ് ഓൾ. നമ്മളോടൊപ്പം ഈ രാവിലെ യാത്ര നടത്തിയതിന്. ഇനി ഞങ്ങൾ വാട്ടർ മെട്രോയിൽ കയറി അങ്ങ് ഫോർട്ട് കൊച്ചിക്ക് പോകും. താങ്ക് യു ടീച്ചർ. അപ്പോൾ പാട്ടൊക്കെ ഉഷാറായി നടക്കട്ടെ. അപ്പോൾ ഭരണമൊക്കെ നന്നായി നടക്കട്ടെ. അപ്പോൾ ഉഷാറായി പ്രതിപക്ഷത്തിന്റെ ക്രിയാത്മകമായ റോളുകളൊക്കെ ചെയ്തോളൂ. താങ്ക് യു. താങ്ക്സ് അലോട്ട്. അപ്പോൾ എന്തൊരു താങ്ക് യു.